ടാലിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ടാലി സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടാലി എന്ന് പറയുന്നത് ഒരു ERP അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്. ഇത് ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ ബിസിനസ് ഡാറ്റ റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇൻവെന്ററി, ഫിനാൻസ്, സെയിൽസ്, പേറോൾ, പർച്ചേസിംഗ് തുടങ്ങിയ മറ്റ് സർവീസുകൾ ടാലി ERPയുടെ ഈ പാക്കേജിൽ നമുക്ക് അവൈലബിൾ ആണ്. ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് ടാലി ERP 9 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലി ഡൗൺലോഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ ടാലി ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സൈറ്റ് https://tallysolutions.com എന്ന് പറയുന്ന സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ആ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. tallysolutions.com എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ബൈ നൗ, ഡൗൺലോഡ്. ബൈ നൗ ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ CD പർച്ചേസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ലൈസൻസ് കീ കിട്ടും. ആ ലൈസൻസ് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. എഡ്യൂക്കേഷൻ മോഡിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അത് മതിയാവും. നമ്മൾ പഠിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടാലിയുടെ ഫുൾ ഫീച്ചേഴ്സ് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. നേരെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇൻസ്റ്റാൾ നൗ, ഡൗൺലോഡ് ഉണ്ട്. ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആകും. ഡൗൺലോഡ് ആണെങ്കിൽ നമുക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫയൽ ചോദിക്കും. ആ ഫയൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫയൽ സേവ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ കിടപ്പുണ്ട്. ഈ സെറ്റപ്പ് എന്നുള്ള ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് ഇതുപോലൊരു വിൻഡോ കിട്ടും. ആ വിൻഡോയിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന വേർഷൻ ERP 9 ആണ്. ഇനി അതിൻ്റെ അകത്ത് ഇൻസ്റ്റലേഷൻ ഫോൾഡർ കാണിക്കും. സിയിൽ പ്രോഗ്രാം ഫയൽസിൽ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ടാലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടാലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈസൻസിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. പിന്നെ ലോഗിൻ ആസ് റിമോട്ട് ടാലി യൂസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്വിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ സെലക്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. നമ്മൾ എഡ്യൂക്കേഷണൽ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയായിരിക്കും, വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. ഇത് മൗസ് പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ആരോ കീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദെൻ വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന വേർഷനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ടാലിയുടെ ഹോം സ്ക്രീനിലേക്ക് വരും. പക്ഷേ ചില വേർഷനിൽ വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സിംഗിൾ യൂസർ, മൾട്ടിപ്പിൾ യൂസർ എന്നുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിംഗിൾ യൂസർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രീൻ കിട്ടും. ഇതാണ് ടാലിയുടെ ഹോം സ്ക്രീൻ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ സ്ക്രീൻ കമ്പോണൻസ് എന്തൊക്കെയാണ്, എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, താങ്ക് യു.